ഹലോ ഗൈസ്, നമസ്കാരം. എന്താണ് നമ്മുടെ സ്വന്തം അൽബേനിയയിൽ നടക്കുന്നത്? ട്രംപിൻ്റെ മകൾ ഇവാൻക ട്രംപിനും അവരുടെ ഭർത്താവായ ജെറാൾഡ് കുഷ്നർക്കും എന്താണ് അൽബേനിയയിൽ കാര്യം? ജനങ്ങൾ 10-25 ദിവസമായി റോഡിൽ ഇറങ്ങിക്കൊണ്ട് കത്തിക്കുകയാണ്. ലിറ്ററലി ജനങ്ങൾ സർക്കാരിനെതിരെ റോഡിലിറങ്ങി മുദ്രാവാക്യം വിളിയും അടിയും പിടിയും ബഹളവുമായിക്കൊണ്ട് ഒരു രക്ഷയില്ലാത്ത പരിപാടികളാണ് അൽബാനിയയിൽ നടക്കുന്നത്. അപ്പോൾ അൽബാനിയയിൽ എന്ത് നടക്കുന്നു? അതിൽ ട്രംപിൻ്റെ മകളായ ഇവാൻക ട്രംപിന് എന്താണ് റോള്? അവരുടെ ഭർത്താവിന് എന്താണ് അവിടെ കാര്യം? ജനങ്ങൾ എന്തുകൊണ്ടാണ് റോഡിൽ നിന്ന്? ഇപ്പോൾ കാണുന്ന വേറൊരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അൽബേനിയ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിട്ട് രാജ്യമാണല്ലോ. അപ്പോൾ യൂറോപ്പിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്ന അൽബേനിയക്കാർ, എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫ്രാൻസ്, ജർമ്മനി, അതുപോലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന അൽബേനിയക്കാരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഡ്രൈവ് ചെയ്തുകൊണ്ട് അൽബേനിയയിലേക്ക് വന്നുകൊണ്ട് ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തുകൊണ്ട് ഗവൺമെൻറ്റിനെതിരെ ഘോരമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളും റോഡിൽ തീ കൂട്ടിയിടലും, നമ്മുടെ അവിടുത്തെ മന്ത്രിമാരുടെ വീടുകൾ കത്തിക്കുകയും, ഈ പറഞ്ഞ ഒരു ഐലൻഡിലെ റിസോർട്ട് ഉണ്ടാക്കാൻ പോകുന്നതിന് ബന്ധപ്പെട്ട റിസോർട്ടിനുമായിട്ട് ബന്ധപ്പെട്ട സാമഗ്രികളെ അടിച്ചു തകർക്കുന്നു, പൊളിക്കുന്നു, നശിപ്പിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് അൽബേനിയയിൽ എന്താ നടക്കുന്നതെന്ന് അറിയുന്നതിന് മുൻപ് അൽബേനിയ എന്താണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ അൽബേനിയയിൽ എന്താ നടക്കുന്നത് അറിഞ്ഞിട്ട് കാര്യമുള്ളൂ. അൽബേനിയ എന്ന് പറയുമ്പോൾ തെക്കൻ യൂറോപ്പിൽ ബാൽക്കൻ ഏരിയയിലുള്ള ചെറിയൊരു രാജ്യമാണ്. യൂറോപ്പിലുള്ള ചെറിയൊരു രാജ്യമാണ്, ബാൽക്കൻ ഏരിയയിലുള്ള രാജ്യമാണ് ഈ അൽബാനിയ. ലോകത്ത് ഉള്ള രാജ്യങ്ങളിൽ വെച്ച് 140ാമത് സ്ഥാനം മാത്രമേ വിസ്തൃതിയും വലിപ്പം വയസ്സ് അൽബേനിയക്കുള്ളൂ. അത്ര ചെറിയൊരു രാജ്യമാണെന്ന് പറയാണ്ടിട്ട് അത് പറഞ്ഞത്. അതുപോലെ അൽബേനിയക്ക് വേറൊരു പേരെന്താണെന്ന് വെച്ചാൽ ബങ്കറുകളുടെ നഗരം എന്നൊരു പേരുണ്ട്. അൽബേനിയയിൽ ഏകദേശം ഒഫീഷ്യലായിട്ട് 1,73,000 ബങ്കറുകളുണ്ട്. അൺഒഫീഷ്യലായിട്ട് അപ്പം 2 ലക്ഷമോ 3 ലക്ഷത്തിന് മേലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ബങ്കറുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് എവ്നർ ഒച്ചെ എന്ന് പറഞ്ഞിട്ടുള്ള പണ്ടൊരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി അൽബേനിയയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അപ്പോൾ യുദ്ധമോ എന്തെങ്കിലും ഉണ്ടായ ജനങ്ങൾക്ക് സേഫായി വെക്കേണ്ടിയിട്ടാണ് ഇതുണ്ടാക്കിയത്. ഇന്ന് അതിൻ്റെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് കുറേ കഫേകളും കുറേ റെസ്റ്റോറൻറ്റുകളും കുറേ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. എന്തിന് ബങ്കറുകളുടെ എത്രയുണ്ടെന്ന് വെച്ചാൽ, ബീച്ച്, കടലിൻ്റെ അടുത്ത് വരെ ബങ്കറുണ്ട്, മൗണ്ടൻ, മലകളുടെ അടുത്ത് വരെ ബങ്കറുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാനാണെങ്കിൽ, ഇവാൻക ട്രംപിൻ്റെ മകളായ, ചുരുക്കി പറയാൻ വെച്ചാൽ ട്രംപിൻ്റെ മകളായ ഇവാൻക ട്രംപും അവളുടെ ഭർത്താവായ ജെറാൾഡ് കുഷ്നറും കൂടി അവിടെയുള്ള ഒരു ഐലൻഡിങ് മൊത്തമായിട്ട് മേടിച്ചിരിക്കുകയാണ്. അതിന് കൂട്ടു നിൽക്കുന്നത് അൽബേനിയയിലെ മിനിസ്റ്ററും. ജനങ്ങൾ വെറുതെ നിൽക്കുമോ? ജനങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പോലെയല്ല. അടിപിടി, കുലുമാല്, ബഹളം, കത്തിക്കൽ, എന്ത് പറയാന്ന് വെച്ചാൽ അവിടുത്തെ മന്ത്രിയുടെ ഇതിന് കൂട്ടുനിന്ന മന്ത്രിയുടെ വീട് വരെ കത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വാർത്ത എന്ന് പറഞ്ഞാൽ അയാളുടെ വീടിൻ്റെ പുറത്ത് വരെ തീ എത്തിയെന്നാണ് റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഈ അൽബേനിയയിലുള്ള ഒരു വളരെ പുരാതനമായ അവരുടെ സിവിലൈസേഷൻ്റെ ഭാഗമായ അവിടുത്തെ ജനങ്ങൾ അവകാശപ്പെടുന്നത് അവരുടെ അടുത്ത തലമുറയ്ക്കും അതിൻ്റെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞുള്ള തലമുറയ്ക്ക് വരെ ആസ്വദിക്കേണ്ട കോസ്റ്റൽ ലൈൻ, കടലുമായി ബന്ധപ്പെട്ട വളരെ എക്കോസിസ്റ്റം നിലനിൽക്കുന്ന ജൈവ വൈവിധ്യമുള്ള ഈ ഒരു സ്ഥലം ഒരു തരത്തിലും നശിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന വാശിയിലാണ് അവിടുത്തെ പ്രകൃതി സ്നേഹികളായ ആൾക്കാർ. അവർ പറയുന്ന ഈ കൾച്ചറൽ ഐലൻഡ് അല്ലെങ്കിൽ കൾച്ചറൽ ഹിസ്റ്റോറിക് സൈറ്റ് ജെറാൾഡ് കുഷ്നറും ഇവാൻക ട്രംപും കൂടി പൈസ കൊടുത്ത് 1-1.5 ലക്ഷം ബില്യൺ എന്തോ കൊടുത്തിട്ട് അവിടുത്തെ മന്ത്രിക്ക് കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് കൈക്കലാക്കിയെന്നാണ് ജനങ്ങൾ അവകാശപ്പെടുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടത് നമ്മുടെ ഇവാൻക ട്രംപിനും ജെറാൾഡ് കുഷ്നർക്കും വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ലക്ഷറി റിസോർട്ടുകൾ, വില്ലാസ്, വാട്ടർ തീം പാർക്ക്, കസിനോസ്, ബാറുകൾ, 5 സ്റ്റാർ ഹോട്ടലുകൾ, ഇതൊക്കെ ഉണ്ടാക്കേണ്ട പരിപാടിയാണ് നമ്മുടെ പാവപ്പെട്ട ട്രംപിൻ്റെ മകളായ ഇവാൻക ട്രംപും അവളുടെ ഭർത്താവ് ജെറാൾഡ് കുഷ്നർ. ഈ ജെറാൾഡ് കുഷ്നറെ പറ്റി 2 വാക്ക് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ജെറാൾഡ് കുഷ്നർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനാണ് നമ്മുടെ ഇപ്പോൾ ഒന്ന് കെട്ടടങ്ങിയിട്ടുള്ള ഈ ഇറാൻ വാറിൻ്റെ തുടക്കത്തിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ പത്രപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, അല്ല ട്രംപ് സാറേ, നിങ്ങൾ ഈ യുദ്ധം പെട്ടെന്ന് ഇറാനെ അടിക്കാനുള്ള കാരണം എന്താ? അന്നാണ് ഇവൻ്റെ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അന്ന് ട്രംപ് ഇങ്ങനെ മറുപടി കൊടുക്കുന്നത്, that means my Gerald Kushner told me that Iran have some nuclear weapons and they will attack me very soon.
അതായത് ജെറാൾഡ് കുഷ്ണറുമായി ഇന്നലെ സംസാരിച്ചപ്പോൾ ജെറാൾഡ് കുഷ്ണർ എന്നോട് പറഞ്ഞു, ഇറാൻ നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, കാരണം അവരുടെ കയ്യിൽ ഒരുപാട് വെപ്പൺസ് ഉണ്ടെന്ന് എനിക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്താ അറിയോ, ജെറാൾഡ് കുഷ്ണർ, അപ്പോൾ ഇത് ഏതോ കാര്യമായ ആളാണ്, അമേരിക്കയുടെ CIA അങ്ങനെ ഉണ്ടല്ലോ, നമ്മളെ മറ്റേ സീക്രട്ട് ഏജൻസിയുടെ ഹെഡായിട്ടുള്ള ആളോ അല്ലെങ്കിൽ FBI പോലീസിൻ്റെ ഹെഡായിട്ടുള്ള ആളോ അങ്ങനത്തെ ആരോ ആണ്. പിന്നെയാണ് വേറൊരു ഇതിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് ഇയാളെ ട്രംപിൻ്റെ മോളെ ഭർത്താവാണ് ഇവൻ അമേരിക്കയുടെ ഭരണ സംവിധാനമായിട്ടോ അമേരിക്കയുടെ രാജ്യസുരക്ഷയായിട്ടോ ഈ യുദ്ധങ്ങളുമായിട്ടോ ഇറാനുമായിട്ടോ ഒരു ബന്ധവുമില്ല. ബന്ധമുണ്ട്, വേറെ ബിസിനസ് ബന്ധങ്ങളുണ്ട്. അവൻ എണ്ണക്കച്ചവടക്കാരനാണ്, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണ്, പിന്നെ ബെറ്റിംഗ് ആപ്പുകളിലൊക്കെ ഗാമ്പിൾ ചെയ്ത് നടക്കുന്ന, ചുരുക്കി പറയാൻ വെച്ചാൽ പണക്കാരുടെ ഇടയിൽ ഒരു ബിഗ് ഷോട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെ പണം വാരി പിടിക്കുന്ന ഒരു പണക്കാരൻ, അത്രയേ ഉള്ളൂ. അതായത് ഇവനിക്ക് ഈ രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഈ നയതന്ത്രപരമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഫോറിൻ പോളിസിയായിട്ട് ബന്ധപ്പെട്ടിട്ടോ ഇറാൻ്റെ ഇൻറ്റേർണൽ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിട്ടോ അമേരിക്കയുടെ ഇൻറ്റേർണൽ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടോ മറ്റ് രാജ്യങ്ങളിലെ എന്തെങ്കിലും ഫോറിൻ ഡിപ്ലോമാറ്റ്സുമായിട്ട് ഒരു കാര്യമില്ല. ഇവനങ്ങ് ഒരു എമർജിങ് ദ അപ്കമിങ് ടെറർ കടയാളി ബേബി എന്ന് പറഞ്ഞ പോലെ ഇവനങ്ങ് വരുവാണ്. ഈ ട്രംപിൻ്റെ ആ വാർത്താ സമ്മേളനം കേട്ടപ്പോഴാണ് ഇവൻ്റെ പേര് ഫസ്റ്റായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നത്, ജെറാൾഡ് കുഷ്ണർ. പിന്നീട് അങ്ങോട്ട് ഇറാൻ വാർ സ്റ്റാർട്ട് ചെയ്ത് ഡേ 1 മുതൽ അങ്ങോട്ടേക്ക് ഞാനിങ്ങനെ ഓൺലൈനിൽ നമ്മൾ നെറ്റിസൻസിൻ്റെ ഇടയിൽ ഈ പേര് വീണ്ടും വീണ്ടും കേട്ടു. എങ്ങനെ, അതും കൂടി പറഞ്ഞാൽ, ഇൻസൈഡർ ട്രേഡിംഗ്, അഥവാ ട്രംപിനെ പോലെ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പദവിയിലിരിക്കുന്ന ആളുടെ സംസാരം നാളെ പറയാൻ പോകുന്നത് ട്രംപ് രാത്രി ഡിന്നർ കഴിക്കുമ്പോൾ പറയും, ഡേയ് ജെറാൾഡേ, നാളെ ഞാൻ ഇറാനെ അടിച്ച് പൊട്ടിക്കുമെന്ന് പറയും. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില അടിച്ചു കയറും. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ കയ്യിലുള്ള പൈസ എൻ്റെ അടുത്ത് കുറച്ച് പൈസ എടുത്ത് എല്ലാം കൂടി എടുത്തിട്ട് ഒരു 100 ബാരൽ ഒരു 1000 ലക്ഷം ബാരലിങ് മേടിച്ചിട്ട് ഇനി നമ്മളെ സ്റ്റോറിലേക്ക് ഇട്ടോ അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ട് ഇട്ടോ എന്ന് പറയും. ഇവരങ്ങ് മേടിക്കും. അതുപോലെ തന്നെ സംഭവിക്കും. ട്രംപ് നാളെ വന്നിട്ട് പറയും, ഇറാനെ ഞാൻ തച്ചുടക്കാൻ പോവുകയാണ്, ഐ ആം ഗോയിങ് ടു ടെൽ ദം ഇൻ ദ സ്റ്റോൺ ഏജ്, അവരെ ശിലായുഗത്തിലേക്ക് ഞാൻ അയക്കാൻ പോകുന്നതെന്ന് പറയുന്നു. അതിൻ്റെ തലേന്ന് രാത്രി തന്നെ ജെറാൾഡ് കുഷ്ണർ പണി തുടങ്ങും. സ്റ്റോക്ക് മാർക്കറ്റിലും ബെറ്റിംഗ് ആപ്പുകളും ഓൺലൈൻ ആപ്പുകളിലും എവിടെയൊക്കെ പറ്റും സാധ്യമായ എല്ലായിടത്തും 100-200 മില്യൺ ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ സാധനം നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് 200-300 മില്യനായി മാറുന്നു. അതിൻ്റെ ഇരട്ടിയോ 10 ഇരട്ടിയോ ആയി മാറുന്നു. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ മാറ്റിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പോകുന്നതെന്നുള്ള ട്രംപ് വീണ്ടും പറയണം, ഡേ ജെറാൾഡേ, നാളെ ഞാൻ ഇറാനുമായിട്ട് ചെറിയൊരു കരാർ റെഡിയാക്കാൻ പോകുന്നുണ്ട്, ഞങ്ങൾ സമാധാനത്തിലേക്ക് പോകുന്ന പറയാൻ പോകുന്നത്, അതുകൊണ്ട് നീ ഒരു കാര്യം കയ്യിലുള്ള സാമഗ്രികളെല്ലാം വിറ്റ് തീർത്തേക്കെന്ന് പറയും. അങ്ങനെ മാർക്കറ്റ് ക്രാഷ് ഉണ്ടാക്കുന്ന, ആ ക്രാഷിലുണ്ടാകുന്ന ലാഭം കൊള്ളയടിക്കുന്ന ഒരു പകൽ കൊള്ളക്കാരൻ, ഒരു മോഡേൺ സിവിലൈസ്ഡ് കൊള്ളക്കാരനാണ് ഈ ജെറാൾഡ് കുഷ്ണർ. ഇത്രയാണ് ജെറാൾഡ് കുഷ്ണറെ പറ്റി മനസ്സിലാക്കേണ്ടത്. ഈ തെമ്മാടിയാണ്, ഈ ജെറാൾഡ് കുഷ്ണറാണ്, ഇതേ ജെറാൾഡ് കുഷ്ണറാണ് ട്രംപിൻ്റെ മകളുടെ ഭർത്താവ്, ഇവാൻക ട്രംപിൻ്റെ ഭർത്താവായ ഇവനാണ് ഈ അൽബേനിയയിലും ഈ നടക്കുന്ന കലാപങ്ങളും ഇന്ന് നടക്കുന്ന വിഷയങ്ങൾക്കൊക്കെ ഏറെക്കുറെ ഒരു പരിധി വരെ ഇവനാണ് ഉത്തരവാദി. അവൻ എത്രത്തോളം ടെററാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ്റെ ചെറിയൊരു ഹിസ്റ്ററി 2 വാക്ക് അവനെ പറ്റി പറഞ്ഞത്. ഇനി നമ്മൾ മനസ്സിലാക്കിയ പോലെയല്ല അൽബാനിയയിൽ നടക്കുന്നത്. അൽബാനിയ ശരിക്കും കത്തുകയാണ്. അൽബാനിയയിലുള്ള ഒരു ചെറിയൊരു വാർത്ത നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. Right now, they are witnessing their largest protest that the country has seen in over 35 years. And what started as just demonstrations against the Ivanka Trump and Jared Kushner resort that they were trying to build on that island and also in Albania has now turned into much wider anti-corruption protests that they've been saying is being... അതായത് ഈ ജെറാൾഡ് കുഷ്ണർക്കും ഇവാൻക ട്രംപും ആ ഐലൻഡിൽ ഉണ്ടാക്കാൻ പോകുന്ന റിസോർട്ടിനെതിരെ തുടങ്ങിയ സമരം ചെറിയൊരു തീപ്പൊരി കത്തി പടർന്ന് ആളിക്കത്തി അതൊരു ഘോരമായ തീയായി മാറിയതാണ് ഇദ്ദേഹം. അതായത് ആ ഒരു പ്രൊട്ടസ്റ്റ് 100-200 തുടങ്ങിയ പ്രൊട്ടസ്റ്റ് ഇന്ന് ലക്ഷങ്ങൾ അണിനിരക്കുന്ന അൽബേനിയ മൊത്തം പടരുന്ന ആൻറ്റി കറപ്ഷൻ ക്യാമ്പയിനായിട്ട് മാറി. കാരണം ഈ ജെറാൾഡ് കുഷ്ണറും ഇവാൻക ട്രംപും അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് $1.5 ബില്യൺ. അത് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് നോക്കിയാൽ മനസ്സിലാവും.
ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഇത്രയും ചെറിയൊരു രാജ്യത്ത് കൈക്കൂലിയായി മേടിച്ചുകൊണ്ട് അവിടെ ഉള്ള ഒരു ഐലൻഡ് വിൽക്കാൻ അവിടുത്തെ ഭരണാധികാരി തയ്യാറായെങ്കിൽ ഈ ഭരണാധികാരി എന്തൊക്കെ ആ നാട്ടിൽ വിറ്റിട്ടുണ്ടാവുമെന്ന് അവിടെയുള്ള ജനങ്ങൾ ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബങ്കറുകളുടെ നഗരമെന്ന് പറയാൻ കാരണം അവിടെയുള്ള ചൈനീസ് റൂളറാണ് ഈ ബങ്കറുകൾ കുഴിച്ചെടുത്ത് വെച്ചത്. അപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ രക്തത്തിൽ ഓൾറെഡി എന്തുണ്ട്, സമരവീര്യമുണ്ട്. ആ സമരവീര്യം തന്നെയാണ് ജനങ്ങൾ പുറത്തെടുത്തിരിക്കുന്നത്. നോക്കാം. For years, and this is their 23rd day in a row of taking to the streets. And that's not even the craziest part, because we're seeing this movement get so much support that expats from Albania living in other parts of Europe, they've driven back in these motorcades to stand with their countrymen to join this protest of over 100,000 Albanians on Saturday night. And there's even footage of some civilians breaking through these barriers and pushing facilities that would be used to build this Trump resort down a hill. So this Trump resort situation seems to be the straw that has broken the camel's back, and now this has just exploded into something so much bigger. They're demanding that their prime minister resigns immediately, or else these protests will only escalate. Wild. Holy hell, guys, you need to see what is happening in Albania right now. They are witnessing... അതായത് 35-40 കൊല്ലത്തെ ചരിത്രത്തിലായിട്ട് ഇപ്പോൾ അടുത്തൊന്നുമായിട്ട് അൽബേനിയയിൽ ഇങ്ങനൊരു കലാപം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അൽബേനിയയിൽ നടക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ദ കംപ്ലീറ്റ് വാഷ് ഔട്ട് ഓഫ് ദ സിസ്റ്റമാണ് വേണമെങ്കിൽ പറയാം. പ്രൈം മിനിസ്റ്റർ എത്രയും പെട്ടെന്ന് രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 24 ദിവസങ്ങളായി കണ്ടിന്യൂസ് ആയിട്ട് ജനങ്ങൾ റോഡിലാണ്. ഇനി ജനങ്ങൾ അവിടുത്തെ ലോക്കൽ ജനങ്ങൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചെങ്കിൽ തെറ്റി. യൂറോപ്യൻ യൂണിയൻ്റെ ഏതൊക്കെ ഭാഗത്ത് അൽബേനിയക്കാരനുണ്ടോ, അൽബേനിയക്കാരൻ്റെ കുടുംബക്കാരുണ്ടോ, അൽബേനിയക്കാരുടെ ഫ്രണ്ട് സർക്കിളിൽ ആൾക്കാരുണ്ടോ, എല്ലാവരും അവരെ വണ്ടിയുമായിട്ട് വരികയാണ്, ഓടിച്ച് വരികയാണ്. പ്ലെയിനിലൊന്നല്ല വരുന്നത്, വണ്ടി ഓടിച്ചിട്ടാണ് പ്രതിഷേധം. അത്രയും ചൂടിലാണ് അവർ വരുന്നത്. അവർ പറയുകയാണ് പ്രൈം മിനിസ്റ്റർ രാജിവെക്കണം, ഇവാൻക ട്രംപും ജെറാൾഡ് കുഷ്ണറിൻ്റെയും സിൽബന്ധികളായിട്ടുള്ള എല്ലാ മിനിസ്റ്റർമാരും രാജിവെക്കണം, എല്ലെണ്ണത്തിനെയും അടിച്ച് പുറത്താക്കിക്കൊണ്ട് ഈ ആദ്യം ചെറിയൊരു വിഷയമായി തുടങ്ങിയതായിരുന്നു. ആ ഒരു ഐലൻഡിൽ ചെറിയൊരു സ്ഥലം മാത്രം അവർക്ക് കൊടുത്ത് തുടങ്ങിയത്. പക്ഷെ അത് അവർ ഉന്നയിച്ചപ്പോൾ അത് അംഗീകരിക്കാത്ത ഭരണം തന്നെ ഇവിടെ വേണ്ട, മൊത്തമായിട്ട് അടിച്ച് ഒഴിക്കണമെന്നാണ് ഇവരിപ്പോൾ ആവശ്യപ്പെടുന്നത്. അത് അങ്ങനെ ആവശ്യപ്പെടുന്നത് മാത്രമല്ല, അത് എത്രത്തോളം അവരുടെ വാക്കുകളും പ്രവൃത്തിയും ഒന്നാണെന്നുള്ളതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന വീഡിയോയിൽ അവിടുത്തെ ഒരു മിനിസ്റ്ററുടെ വീടിൻ്റെ മുറ്റം വരെ കത്തിയിരിക്കുകയാണ്. ലേറ്റസ്റ്റ് സംഭവമാണ് തോന്നുന്നത്. ഇതാണ് പറയുന്നത്, ചൊറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയുമെന്ന് പറയുന്നില്ലേ. ഇതിൽ പറയുന്നത് ജെറാൾഡ് കുഷ്ണർ ആൻഡ് ഇവാൻക ട്രംപ് പെയ്ഡ് $1.4 billion ഫോർ അൽബാനിയൻ പ്രൊട്ടക്റ്റഡ് ലാൻഡ്. അൽബാനിയയിലെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കൾച്ചറലായിട്ടുള്ള പ്രൊട്ടക്റ്റഡ് ലാൻഡിന് വേണ്ടി $1.5 billion ഇവർ കൈക്കൂലി കൊടുത്തെന്നാണ് പറയുന്നത്. ദ അൽബേനിയൻ പ്രൈം മിനിസ്റ്റർ ചേഞ്ച്ഡ് ദ ലോ ഫോർ ദം. ആ നാട്ടിലുള്ള നിയമം തന്നെ ഈ വൻകിട കുത്തകൾക്ക് വേണ്ടി അയാൾ മാറി. അതുകൊണ്ട് ഈ പ്രൈം മിനിസ്റ്ററുടെ വീടാണിപ്പം കത്തിക്കുന്നത്. കത്തിച്ച് എവിടം വരെ എത്തി പ്രതിഷേധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെവലിലേക്ക് പ്രതിഷേധം വരെ എത്തി. അപ്പോൾ മനസ്സിലാക്കേണ്ടത് അൽബേനിയ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു രാജ്യമാണ്. വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ബീച്ച് വൈബ്സ്, ബീച്ച് കോസ്റ്റൽ ലൈഫ് ലൈൻ എൻജോയ് ചെയ്യുന്ന വളരെ സമാധാനപ്രിയരായ ഒരു കൂട്ടം ജനങ്ങൾ. അവരുടെ ഇടയിലേക്ക്
വൻകിട കുത്തകകളായ ഇറാനിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുമൊക്കെ യുദ്ധവും പിടിച്ചുപറിയും ഓയിൽ കൊള്ളയുമായൊക്കെ നടത്തിക്കൊണ്ടുണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ള അനധികൃതമായ സമ്പാദ്യം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ട്രംപിൻ്റെ സന്തതിയായ ഈ ഇവാൻക ട്രംപും അവളുടെ ഭർത്താവും കരുതി ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ തന്നെ ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ പണിത് ലോകത്തുള്ള എല്ലാവരെയും അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ട് ഇന്ന് ജനങ്ങൾ നമ്മൾ ഇവിടെയുള്ള ജനങ്ങളൊക്കെ അറബ് രാജ്യങ്ങളിലൊക്കെ തായ്ലൻഡിൽ പോകുന്ന പോലെ US-ലുള്ള ആൾക്കാരൊക്കെ അൽബേനിയയിലേക്ക് വന്ന് അവിടെ ഒരു ചെറിയൊരു ലാസ് വേഗാസ് പണിയാം, കുറച്ച് ഗാംബ്ലിംഗ് സെൻറ്ററും കുറച്ച് ഡാൻസ് ബാറുകളും നൈറ്റ് ഡാൻസ് പബ്ബുകളും കുറച്ച് ബാറുകളും കഫേകളും ഒക്കെ ഉണ്ടാക്കി ഗാംബ്ലിംഗ് ഹൗസുകളും ഒക്കെ ഉണ്ടാക്കി അവിടെ ഒരു ചെറിയ ലാസ് വേഗാസ് പോലെ ആക്കാമെന്നുള്ള ഒരിക്കലും നടക്കാത്ത ദിവാസ്വപ്നവും കണ്ടുകൊണ്ട് ഇവാൻക ട്രംപും ജെറാൾഡ് കുഷ്ണറും കൂടി അവിടത്തേക്ക് 1.5 ബില്യൺ ഡോളറുമായി കൊണ്ട് വന്നിരിക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ സമരവീരത്തെയാണ് അവർ ചോദ്യം ചെയ്തിരിക്കുന്നത്, അവരുടെ അഭിമാനത്തെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്, ജനങ്ങളുടെ ഈഗോയാണ് അവർ മാടി വിളിച്ചിരിക്കുന്നത്. കാരണം ജനങ്ങൾ പറഞ്ഞു ഫസ്റ്റ് തന്നെ ഇതിൽ പ്രൈം മിനിസ്റ്ററിനും വലിയൊരു പങ്കുണ്ട്. കാരണം ജനങ്ങൾ ഡയറക്റ്റായിട്ട് വന്നിട്ട് പറഞ്ഞു ഈ പരിപാടിയൊന്നും ഇവിടെ നടക്കൂല, ആ ജെറാൾഡ് കുഷ്ണറോടോ ഇവാൻക ട്രംപിനോടും എടുത്ത് പൊക്കോളാൻ പറയാമെന്ന് അവർ ഫസ്റ്റ് പറഞ്ഞു. ആ പ്രൊട്ടസ്റ്റിൽ തന്നെ അത് അംഗീകരിച്ചുകൊണ്ട് ഈ പരിപാടി ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്ററിന് മിനിമം ആ ഭരണമെങ്കിലും കയ്യിലുണ്ടാവുമായിരുന്നു. ഇതിപ്പോൾ നാട് തന്നെ മൊത്തം കത്തിയിരിക്കുകയാണ്. ഇനി നാട് കത്തിക്കാൻ വേണ്ടി ട്രംപ് തന്നെ മോളെയും മരുമോനെയും അങ്ങോട്ടേക്ക് അയച്ചതാണെന്നും കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അമേരിക്കയുടെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. ചിലപ്പം ഈ അൽബാനിയയിൽ ഇവർ നമ്മൾ ആരും കാണാത്ത വേറെ എന്തെങ്കിലും ഒരു മിനറൽ ഉണ്ടാകാം. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡെഡ്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്കാരി ആയിട്ട് കിട്ടാൻ പാടുള്ള കുറച്ച് മിനറൽസോ ഈ പറഞ്ഞ പോലത്തെ യുറാനിയമോ ലിഥിയമോ തോറിയമോ എന്തെങ്കിലും സാധനം സാറ്റലൈറ്റ് വഴി അൽബാനിയയുടെ ഏതെങ്കിലും ഒരു മൂലക്ക് കണ്ട് അതിൻ്റെ സ്രോതസ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അപ്പോൾ അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാക്കി അവിടുത്തെ ഭരണം അട്ടിമറിച്ച് ജനങ്ങളുടെ എല്ലാം പെരുവയിലാക്കി കുത്തിച്ചോറാക്കി എന്നിട്ട് അവിടെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായിട്ട് ട്രംപണ്ണൻ്റെ ടീമുകളും UN ആൾക്കാരൊക്കെ വന്നിട്ട് സമാധാനം ഒരു ഭാഗത്തും മറുഭാഗത്തു നിന്ന് കൊള്ളയും അടിച്ചിട്ട് പോകേണ്ട പരിപാടിയായിരിക്കും ചിലപ്പോൾ. 2 ചാൻസാണ് ഉള്ളത്. ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് ട്രംപിൻ്റെ മോളും മരുമോനും കൂടിയിട്ട് അവരുടെ കയ്യിലുള്ള അനധികൃതമായ സമ്പാദ്യം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഒന്നാമത്തത് അങ്ങനെയാണെങ്കിൽ അത് നടന്നില്ല, ജനങ്ങൾ ഊക്കി വിട്ടു. ഇനി എല്ലാ ജനങ്ങളെ ഊക്കാൻ വേണ്ടി ഈ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി ട്രംപ് തന്നെ അതിബുദ്ധിമാനായിക്കൊണ്ട് കുറുക്കമ്മൻ്റെ ബുദ്ധിയായിരിക്കും ഇവന്മാർക്ക്. അപ്പോൾ ഈ അതിബുദ്ധിമാനായ ട്രംപ് തൻ്റെ മകളെയും മരുമോനെയും അയച്ചിട്ട് അവിടെ ഒരു വിഷയം ഉണ്ടാകട്ടെ, വാർത്താ മാധ്യമങ്ങൾ ഒരു ഭാഗത്ത് അവരെ അയക്കുന്ന ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് BBC CNN വിളിച്ചിട്ട് ഇവിടെ അങ്ങനെ ഒരു തോന്നിവാസം നടക്കുന്നുണ്ടല്ലോ, അവിടെ ജനങ്ങളൊന്നും ഇല്ലേ, ഒന്ന് പ്രശ്നം ഉണ്ടാക്കാൻ അവിടെ ആരും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ട്രംപ് എന്നെ വിളിച്ചു പറഞ്ഞിട്ട് അടിയും ബഹളവും ഈ പറഞ്ഞ പോലെ തീപ്പൊരി കത്തിച്ചിട്ട് തീപ്പൊരി തീയാക്കി മാറ്റി. ഇപ്പോൾ ജനങ്ങൾ അവരാഗ്രഹിച്ച പോലെ ജനങ്ങളൊക്കെ വഷളായി വിഷയങ്ങളൊക്കെ ആക്കി പ്രധാനമന്ത്രിയൊക്കെ അട്ടിമറിച്ചിട്ട് പുതിയ ഭരണമൊക്കെ വരുന്നതിൻ്റെ മറവിൽ ഇപ്പുറത്ത് നിന്നാൽ വേണ്ടുന്ന സാധനം കുഴിച്ചെടുക്കേണ്ട പ്ലാനോ ഒന്നും കൂടി നമുക്കറിയത്തില്ല. ഇനി എന്തിങ്ങനെയായാലും വളരെ ചെറിയൊരു രാജ്യമായ തെക്കൻ യൂറോപ്പിലുള്ള ബാൽക്കൻ ഏരിയയിലുള്ള സമാധാന പ്രേമികളായ ലോകത്തുള്ള 200 മേലെയുള്ള രാജ്യങ്ങളിൽ 140 മാത്രം സ്ഥാനമുള്ള ചെറിയ വിസ്തൃതിയുള്ള 1,73,000 ബങ്കറുകൾ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ആയിട്ടുള്ള, അതായത് 1 കിലോമീറ്ററിനുള്ളിൽ 5 ബങ്കർ ഉണ്ടാവും. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് 1 കിലോമീറ്റർ നടക്കുകയാണെങ്കിൽ 5 ബങ്കറുകൾ അതിലേക്ക് തന്നെ കവറായി. അതാണ് ചുരുക്കി പറയാൻ അൽബാനിയ. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ജനങ്ങളുടെ നന്മയ്ക്കും വേണ്ടി കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായ എവ്നർ ഒച്ചെ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം കൊണ്ട് കുറച്ച് അധികം ബങ്കറുകൾ കുഴിച്ചുകൊണ്ട് വെച്ച രാജ്യമായ ഈ അൽബാനിയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള കുത്തക മുതലാളിമാരുടെ ശ്രമത്തെ അവിടെയുള്ള ജനങ്ങൾ തന്നെ, എവ്നർ ഒച്ചയുടെ പിൻഗാമികളായ ജനങ്ങൾ തന്നെ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ശ്രമത്തെ തടയാൻ വേണ്ടി ജനങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉദ്യമത്തിനായി പുറപ്പെട്ട ഇവാൻക ട്രംപും ജെറാൾഡ് കുഷ്ണറും അവരെ അങ്ങോട്ടേക്ക് അയച്ച ആളും സകലം പാക്കേജായിട്ട് വട്ടത്തിലും ത്രികോണത്തിലും
ചതുരാകൃതിയിലും എല്ലാ ആകൃതിയിലും മൂഞ്ചിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്ത് തന്നെയായാലും നെക്സ്റ്റ് ടോപ്പിക്കുമായി കാണും വരെ വണക്കം.